ആദ്യത്തെ ദിവസം നല്ല മീനെല്ലാം പിടിച്ചതുകൊണ്ടുണ്ടല്ലോ, രണ്ടാമത്തെ ദിവസം മീൻ പിടിക്കാനുള്ള ആരവം ഭയങ്കര കൂടുതലായിരുന്നു. വേറൊന്നുമല്ല, ഇഷ്ടംപോലെ മീൻ കിട്ടുന്നതുകൊണ്ട് ചൂണ്ടയിടാന്ന് വിചാരിച്ച് അങ്ങനെയെല്ലാം വിചാരിച്ച് ഞങ്ങൾ ഇന്നപ്പോഴത്തേക്കാണ് അമ്മ ഞങ്ങൾക്ക് നൈസായിട്ടൊരു പണി തന്നത്. കാരണം സീതയുടെ വീട്ടിൽ നിന്ന് ഒത്തിരി അധികം ചെമ്മീനും കാര്യമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെറിയ ചെമ്മീൻ, നല്ല പൊടിച്ചെമ്മീനായതുകൊണ്ട് വേഗം തന്നെ മീൻ ഇങ്ങനെ കൊത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ അമ്മ ഒരു പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, പുള്ളിക്കാരി അതെല്ലാം കൂടി എടുത്തിട്ട് ഉണക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മീൻ കൊത്തൂല എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം മീൻ പിടിക്കാൻ പിന്നെ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് പച്ചപ്പുൽച്ചാടീനെയും വെട്ടിലിനെയും ഒക്കെ പിടിക്കാൻ വേണ്ടി നടന്നാണ് കാട്ടിലല്ല, പറമ്പിൽ ഫുള്ള് നടന്ന് ഞാൻ കുറേ എണ്ണം പിടിച്ചു കൊടുത്തു. പിന്നെ ഞാനൊരു മടിച്ചി ആയതുകൊണ്ട് കുറച്ച് പിടിച്ചിട്ടങ്ങ് മടുത്തു. പിന്നെ ഇവർ തന്നെ വെട്ടിലിനെ പിടിച്ചുകൊണ്ട് വരും, ചൂണ്ടയിടും, മീൻ പിടിക്കും. പാവങ്ങൾ എന്ന് പറയുന്നത് അവർക്കതൊരു ആരമായതുകൊണ്ട് ഞങ്ങൾക്കത് കാണാനൊരു ഹരമായതുകൊണ്ട് ഞങ്ങളുടെ അലക്കുകല്ലിൻ്റെ പുറത്ത് മറ്റേ ആമ തടിപ്പുറത്തിരിക്കില്ലേ, അതുപോലെ ഞങ്ങൾ എൻ്റെ മടിച്ചുകളും കൂടി കയറി ഇരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഞങ്ങളിതിങ്ങനെ മീൻ പിടിക്കുന്ന കാണാനുള്ള രസമുണ്ടല്ലോ, നല്ല രസമാണ്. മീനും ചൂണ്ടയിട്ട് പിടിക്കുന്ന കാണാൻ ഭയങ്കര ക്ഷമ വേണം, എന്നാലും അടിപൊളി പരിപാടിയാണേ. അപ്പോൾ ഈ പിടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കേണ്ട ഇടക്കാണ് കണ്ണം വന്നത് കേട്ടോ. കുറച്ചൊക്കെ സന്ധ്യ കഴിഞ്ഞപ്പോൾ കണ്ണം വന്നു. അപ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടി മീൻ ചൂണ്ടയിൽ നിർത്തിയിട്ട് വല വീശി എടുക്കാമെന്ന് പറഞ്ഞ് നടക്കണ്ടായി. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് ഇരുട്ടായി കഴിഞ്ഞാൽ ഒട്ടും ലൈറ്റ് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ അതങ്ങ് വീഡിയോ എടുക്കാൻ വിട്ടും പോയി. എന്തോ പണിയിലൊക്കെ ആയിരുന്നു തോന്നുന്നു, ഓർക്കുന്നില്ല എന്തായിന്ന്. പിന്നെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മേലൊക്കെ കഴുകി റെഡിയായി വന്നത്. മേല് കഴുകിയായിരുന്നോ? ഇല്ല, കാരണം മേല് കഴുകിയിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് സെറ്റാകാമെന്ന് പറഞ്ഞ് നേരെ തന്നെ വന്നിരുന്ന് ക്യാരംസ് കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എന്നാലും പോട്ടെ സാരില്ല എന്ന് വിചാരിച്ച് കളിക്കാനിരുന്ന് കുറേ നേരം കളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതും അടുത്ത് നമ്മൾ ലുഡോ ആക്കി. ലുഡോ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമുള്ള കളിയാണ്. ഇവൻ ഈ ആക്ഷൻ കാണിക്കുന്ന വേറൊന്നുമല്ല, എന്തൊക്കെയോ വീഴാനേ, എന്തൊക്കെയോ മീൻസ് പോയിന്റ് കിട്ടാതിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഹരമാണ്. പിള്ളേരൊന്നും അങ്ങനെയാണല്ലോ, ഭയങ്കര ഹരമാണ്. അപ്പോൾ പിന്നെ ശംഖു വന്ന് കളിച്ച് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ ഒരു ഡിന്നർ കഴിക്കാനുള്ള ടൈമൊക്കെ എന്ന് വെച്ചാൽ വിശക്കാൻ തുടങ്ങി. അവിടെ പോയിരുന്ന് കളിക്കാമെന്നും പറഞ്ഞ് പ്ലാൻ ചെയ്ത് കഴിച്ചിരുന്ന കൂടെ അടുത്ത പ്ലാൻ വീണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റ് കണ്ടപ്പോഴത്തേക്ക്, ശംഖുവിൻ്റെ ബുള്ളറ്റ് കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് റൈഡിന് പോകണം, നൈറ്റ് റൈഡ് പോകാം നമുക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ സിദ്ദിഖിക്കാരൻ്റെ ഡയലോഗ് ഓർത്തു, കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുക്കണം നല്ലത്. അങ്ങനെ നമ്മളിനി അടുത്ത ആഗ്രഹം സാധിക്കാൻ പോകുന്നതാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ.